ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയും അമ്മയും ചേച്ചിയും അമ്പാടിയും നീതുവിന്റെ കൂടെ എല്ലാ സ്ഥലങ്ങളും നല്ല ആസ്വദിച്ച് കണ്ട ശേഷം തിരിച്ച് ഹോസ്റ്റലിൽ എത്തുകയാണ്. എന്നിട്ട് എല്ലാവരോടും ഈ സന്തോഷമായ കാര്യങ്ങളൊക്കെ കുറിച്ച് പാർവതി ജെനിഫറിനോടും ഐശ്വര്യയോടും പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ വാടം വന്ന് പറയാണ്, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി. അപ്പോഴാണ് മീരയെക്കുറിച്ച് ചോദിക്കുന്നത്. അല്ല, നിങ്ങളോടൊപ്പം ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നില്ലേ മീര, അതെവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അവൾ ഇന്ന് ലീവ്, നിങ്ങൾ വന്നതുകൊണ്ട് ലീവ് ചോദിച്ചതാണ്, പക്ഷേ അവൾക്കത് കിട്ടിയില്ല എന്ന് പറയും. മീരയും പാർവതിയും ഒരു കണക്കിന് തുല്യദുഃഖിതരാണ്. കാരണം അവർ രണ്ടുപേരും വീട്ടിലെ കഷ്ടപ്പാടും പ്രയാസവും കൊണ്ടാണ് ഇവിടേക്ക് വന്നത് ജോലി എടുക്കാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ല. ഞാനും ജെനിഫറും ഇവിടേക്ക് വന്നത്, ഞാൻ വന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജെനിഫർ വന്നത് അവളുടെ നാട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുമാണ് വന്നത്. പക്ഷേ പാർവതിയും മീരയും അങ്ങനെയല്ല എന്നൊക്കെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ആ സമയത്താണ് ഐഷയുടെ ഫോണിലേക്ക് കൈലാഷ് സാർ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഐഷ പറയാണ്, പാർവതിയുടെ ബർത്ത്ഡേ ആയിട്ട് കൈലാഷ് സാർ നാളെ ഒരു വലിയ ഹോട്ടലിലാണ് പാർവതിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പ്ലാൻ ഒരുക്കിയിട്ടുള്ളത്. അത് കേട്ടപ്പോൾ ദേവകി പറയണേ, എന്തിനാണ് മോളെ ഇങ്ങനെയുള്ള ചെലവുകളൊക്കെ ആ സാറിന് വരുത്തുന്നത്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന് പറയട്ടെ. അപ്പോൾ പാർവതി പറയാണ്, അത് ശരിയാണ്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം കൈലാഷ് സാറിനോട് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഐഷ പറയാണ്, അത് വേണ്ട, ഇതിപ്പോൾ കൈലാഷ് സാറിനൊരു ആഗ്രഹമല്ലേ, നീ ആയിട്ട് അതിന് തടസ്സം നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അമ്പാടിയും നീതുവിനും ഒരുപാട് സന്തോഷമാവാണ്. ഒരു വലിയ ഹോട്ടലിൽ പോയിട്ട് പാർട്ടിയൊക്കെ ആഘോഷിക്കുക, അത് ഞങ്ങൾക്കും ഒരു ആഗ്രഹമാണ്. ദേവകി പറയണേ, എന്തിനാണ് വെറുതെ ആ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഐഷ പറയണേ, ഇന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുപോവാൻ കൈലാഷ് സാറിന് കഴിഞ്ഞില്ലല്ലോ, ആ ഒരു വിഷമം മാറ്റാനാണ് ബർത്ത്ഡേ ഒരു ഹോട്ടലിൽ ഗംഭീരമായി ആഘോഷിക്കണം എന്നുള്ളത് സാറ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളും അതിന് സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറയാണ്, അമ്മയായിട്ട് ഇനി തടസ്സമൊന്നും നിൽക്കണ്ട, നമുക്ക് ഏതായാലും പാർവതിയുടെ ബർത്ത്ഡേ ഇങ്ങനെയൊന്നും ആഘോഷിക്കാൻ കഴിയില്ല, അപ്പോൾ പിന്നെ സാറ് പറയുന്നത് പോലെ നമുക്കങ്ങ് കേൾക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മിയും സപ്പോർട്ടായി സംസാരിക്കുകയാണ്. അപ്പോൾ വാടമേഡം പറയണ്, ഞങ്ങൾ ഏതായാലും ഹോസ്റ്റലിൽ ഒരു ചെറിയ ആഘോഷം ഞങ്ങളും പ്ലാൻ ചെയ്തതാണ്, ഇനിയിപ്പോൾ കൈലാഷ് പ്ലാൻ ചെയ്തതല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി നാളെ അവിടേക്ക് പോവാം എന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ കൈലാഷും പ്രിയനും 12 മണി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പാർവതിക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പാർവതി ഉറങ്ങുന്ന സമയത്ത് പാർവതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ പാർവതി ആരാണാവോ ഈ നേരത്ത് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. എന്നിട്ട് ഹലോ എന്ന് ചോദിച്ചതോടു കൂടി ഞാനാണ്, പ്രിയനാണ് എന്ന് പറയട്ടോ. എന്താ ഈ നേരത്ത് പ്രിയൻ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇന്നേ ദിവസമാണ് ഒരു ദേവത ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. എന്താ പ്രിയൻ ചേട്ടൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇന്ന് 12 മണി കഴിഞ്ഞില്ലേ, ഇന്നല്ലേ പിറന്നാൾ ദിവസം, ഇന്നേ ദിവസമാണ് പാർവതി എന്ന ദേവത ജനിച്ചത്. അത് കേട്ടപ്പോൾ പാർവതി അങ്ങ് ചിരിക്കുകയാണ്. എന്താ പ്രിയൻ ചേട്ടൻ പറയുന്നത്, ഞാൻ ദേവതയോ എന്ന് ചോദിക്കും. അതെ, നീ തന്നെയാണ് ദേവത. കുടുംബത്തിന് വേണ്ടി വീടെല്ലാം ഉപേക്ഷിച്ച്, വേണ്ടപ്പെട്ട അച്ഛനെയും അമ്മയെയും ചേച്ചിയൊക്കെ ഉപേക്ഷിച്ച് ഈ നാട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ, അത്രയും നല്ല മനസ്സുള്ള നീയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നീ ദേവത തന്നെയല്ലേ, നല്ലവനാണോ ചീത്തവനാണോ എന്നൊന്നും നോക്കാതെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് നീ തന്നെയാണ് ദേവത എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ പാർവതിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പാർവതിയെക്കുറിച്ച് വാ തോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഈ സമയം കൈലാഷ് പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഫോണ് എൻഗേജ്ഡ് ആണെന്നുള്ളത് പറയുമ്പോൾ ഈ സമയത്ത് പാർവതി ആരോടാവും സംസാരിക്കുന്നത് എന്നൊക്കെ കൈലാഷ് സ്വയം പറയണം. എന്നിട്ട് പ്രിയം പറയണേ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നീ തന്നെയാണ് ദേവത. ഈ ദേവതയ്ക്ക് എൻ്റെ വക ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന പാർവതി ചിരിക്കുകയാണ്. എന്നിട്ട് പാർവതി പറയണേ, പ്രിയൻ ചേട്ടാ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അതെന്തിനാണാവോ എന്നോടിപ്പോൾ ഒരു നന്ദി പറച്ചിലൊക്കെ,
ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ പ്രിയൻ ചേട്ടൻ എന്നോട് ക്ഷമിച്ച് എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് പ്രിയൻ ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് എന്നോട് ഇങ്ങനെ സ്നേഹത്തോടു കൂടി പ്രിയൻ ചേട്ടൻ പെരുമാറുന്നുണ്ടല്ലോ, അതിന് എത്ര നന്ദി പറഞ്ഞാലും പ്രിയൻ ചേട്ടനോട് മതിയാവില്ല. എൻ്റെ അമ്മയെയും ചേച്ചിയെയും ഈ നഗരം മുഴുവനും ചുറ്റിക്കാണിച്ചു തന്നതിന് പ്രിയൻ ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ പറയാം, മതി മതി, ഇപ്പോൾ ഒരുപാട് നന്ദിയായല്ലോ. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ പുകഴ്ത്തിയാലേ എൻ്റെ തല പോയി ആകാശം മുട്ടും, അതുകൊണ്ട് ഇത് മതി. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സന്തോഷത്തോടു കൂടി രണ്ടുപേരും സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് കൈലാഷ് പാർവതിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് എൻഗേജ് ടു എന്ന് പറയുന്ന സമയത്ത് കൈലാഷ് ഇതിപ്പോൾ പാർവതി ആരോടാവും ഈ സമയം വരെയും സംസാരിക്കുന്നത് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടാണ് കൈലാഷ് ഇരിക്കുന്നത്. കൈലാഷ് പറയാണ്, പാർവതിയോട് ആദ്യം ബർത്ത്ഡേ പറയേണ്ടത് ഞാനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാനാണ് ആദ്യം തന്നെ കോള് വിളിക്കാൻ നിന്നത്. പക്ഷേ ഇതിപ്പോൾ ആരായിരിക്കും പാർവതിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാർവതിയും പ്രിയനും സംസാരിച്ച ശേഷം പ്രിയൻ പറയാണ്, പാർവതി എന്നാ നീ ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ പ്രിയൻ ചേട്ടനും എന്ന പെട്ടെന്ന് ഉറങ്ങിക്കോ എന്ന് പറയാണ്. എനിക്കിന്ന് ഉറക്കം കിട്ടുമെന്നത് തോന്നുന്നില്ല. അതെന്താ പ്രിയൻ ചേട്ടാ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയൻ ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ ഫോൺ വെച്ച ശേഷമാണ് പാർവതി കൈലാഷിൻ്റെ കോള് വന്നത് കാണുന്നത്. അപ്പോൾ പാർവതി തിരിച്ച് കൈലാഷിനെ വിളിക്കുകയാണ്. പാർവതിയുടെ കോള് കണ്ടതോടുകൂടി കൈലാഷിന് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് പാർവതി എന്ന് വിളിക്കുമ്പോൾ, സാറ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അല്ലേ? ഞാൻ വിളിച്ചിരുന്നു. 12 മണി കഴിഞ്ഞില്ലേ? 12 മണിക്ക് കൃത്യസമയത്ത് ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയിട്ടാണ് വിളിച്ചത്. പക്ഷേ നിൻ്റെ ഫോൺ നല്ല എൻഗേജ് ട്യൂണായിരുന്നു. ആദ്യം നിന്നോട് ബർത്ത്ഡേ പറയുന്നത് ഞാനായിരിക്കണം എന്നാണ് കരുതിയത്. നിന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്ന സമയത്ത് പാർവതി പറയണേ, അതിന് ഞാൻ പ്രിയൻ ചേട്ടനോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രിയൻ ചേട്ടനാണ് എനിക്ക് കോൾ ചെയ്തത് എന്ന് പറയുമ്പോൾ കൈലാഷിൻ്റെ മുഖം ആടിപ്പോവാണ്. എന്നിട്ട് കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തിനാണാവോ പ്രിയൻ ഇപ്പോൾ പാർവതിയെ വിളിച്ചത് എന്ന് ചിന്തിക്കാട്ടോ. അപ്പോൾ പാർവതി പറയണേ, പ്രിയൻ ചേട്ടനും എന്നെ വിളിച്ചത് കൈലാഷ് സാർ ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, ആണോ പ്രിയനാണോ? അപ്പോൾ പാർവതിയോട് ആദ്യമായി ബർത്ത്ഡേ വിഷ് പറഞ്ഞത് ഞാനാവണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് കഴിഞ്ഞില്ല. അപ്പോൾ പ്രിയനാണ് ആദ്യം പാർവതിയോട് ബർത്ത്ഡേ വിഷ് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ കൈലാഷിൻ്റെ മനസ്സിൽ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ കൈലാഷിൻ്റെ സ്വരത്തിൽ ഒരു വിഷമമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പാർവതി ചോദിക്കുകയാണ്, അത് പിന്നെ സാർ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുക. ഒന്നുമില്ല, എൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റുപറ്റിയത്. ഞാൻ പ്രിയം വിളിക്കുന്നതിൻ്റെ മുന്നേ നിനക്ക് വിളിക്കണമായിരുന്നു, പക്ഷേ എനിക്കത് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് സാരമില്ല എന്ന് പറയുമ്പോൾ എനിക്കതിന് സാറിപ്പോൾ എന്നെ വിളിച്ച് പിറന്നാൾ ആശംസകൾ പറഞ്ഞില്ലേ, അത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയും. കൈലാഷ് പറയാണ്, പാർവതി നിനക്ക് സന്തോഷമല്ലേ? അപ്പോൾ പിന്നെ എനിക്കും ഒരുപാട് സന്തോഷമാണ്. അല്ല പാർവതി, നിന്റെ കൂട്ടുകാരികൾ പറഞ്ഞില്ലേ നാളത്തെ പരിപാടി എന്താണെന്നുള്ളത്? പറഞ്ഞു. എന്തിനാണ് സാർ ആവശ്യമില്ലാതെ ഇതൊക്കെ ചെയ്യുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ നീ പറയരുത് പാർവതി. നിനക്കിപ്പോൾ ഞാൻ നിന്റെ ബർത്ത്ഡേ വിഷ് പറഞ്ഞപ്പോൾ നിനക്കത് ഒരുപാട് സ്പെഷ്യൽ അല്ലേ? അതുപോലെ നീയും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഉടനെ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താണ് ഈ സാറ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് പറയണ കൈലാഷ്, എനിക്ക് നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ഇന്ന് എനിക്ക് പുറത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, അതെനിക്ക് മിസ്സായിപ്പോയി. പക്ഷേ നാളത്തെ പരിപാടി അത് ഞാൻ ഗംഭീരമാക്കുക തന്നെ ചെയ്യും. പാർവതി, നിനക്ക് ഈ വർഷം അത്രയ്ക്ക് വേണ്ടപ്പെട്ട വർഷമായി മാറും എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, ഈ വർഷമല്ലേ എനിക്ക് ഇത്രയും നല്ല മനസ്സുള്ള നിങ്ങളെയൊക്കെ എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഈ വർഷം എനിക്കൊരു സ്പെഷ്യൽ വർഷം തന്നെയാണ്. അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ്, അല്ല പാർവതി, നിനക്ക് എന്താണ് സ്പെഷ്യലായിട്ട് വേണ്ടത് എന്ന് ചോദിക്കും. എനിക്കൊന്നും വേണ്ട സാർ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? നീ പറ, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട സാർ. സാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്കൊരു വലിയ കാര്യമാണെന്ന് പറയുമ്പോൾ, ശരി, നീ പറയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തരും, അത് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. എന്നാൽ ശരി, നീ സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്, നാളെ നമുക്ക് റിസോർട്ടിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ പാർവതി പറയാണ്, സാറും സുഖമായിട്ട് ഉറങ്ങുക എന്ന് പറയട്ടോ. എനിക്കിന്ന് ഉറക്കം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്തു പറ്റി സാർ എന്ന് പറയുമ്പോൾ, അതൊന്നും
കാര്യങ്ങളൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈലാഷ് പുഞ്ചിരിയോടുകൂടി ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ ഒന്നും മനസ്സിലാവാതെ പാർവതിയും ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയനും കൈലാഷും ഒരേ സ്വരത്തിൽ പാർവതിയോട് ഇങ്ങനെ പറയുമ്പോഴും പാർവതിക്ക് ഒന്നും മനസ്സിലാവാതെയാണ് ഉറങ്ങുന്നത്. നന്ദനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നന്നായിട്ട് തന്നെ ചോദ്യം ചെയ്യുകയാണ്. അടിച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഒരുപാട് നന്ദനെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പോലീസുകാർ. പക്ഷേ അപ്പോഴൊന്നും നന്ദൻ ആ സത്യം വെളിപ്പെടുത്തുന്നില്ല. ആരാണ് നിന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോഴും നന്ദൻ അക്കാര്യം പറയുന്നില്ല കേട്ടോ. അങ്ങനെ പോലീസുകാർ ഒരുപാട് തവണ അടിക്കുമ്പോഴും നന്ദൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതിലെ കോൺസ്റ്റബിൾ വന്ന് പറയാണ്, സാർ ഇവനെ എത്ര അടിച്ചിട്ടും കാര്യമില്ല, ഇവൻ സത്യം പറയുന്നില്ല, ഇവൻ ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. പാർവതിയോട് എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി സത്യം അറിയണമെങ്കിൽ നമുക്ക് ആ പാർവതിയെ കസ്റ്റഡിയിലെടുക്കണം, എന്നിട്ട് പാർവതിയോട് ചോദിക്കണം. കാരണം കുറച്ച് ദിവസമെങ്കിലും പാർവതിയും ഈ നിൽക്കുന്ന നന്ദനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പാർവതിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവൻ്റെ അടിവേര് ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് പാർവതിയെ നമുക്ക് തൽക്കാലം ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നേരെ ഹോസ്റ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഹോസ്റ്റലിലുള്ള എല്ലാവരും റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഹോസ്റ്റലിലേക്ക് എത്തിയ ശേഷം അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളോട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ വാടമേടം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വാടമേടം പുറത്ത് പോയി. അപ്പോൾ ഇവിടെ ആരാണ് പാർവതി എന്ന് ചോദിച്ചപ്പോൾ പാർവതിയും ഇവിടെ ഇല്ല. പാർവതിയുടെ പിറന്നാളായതുകൊണ്ട് വാടമേടം അവരെയും കൂട്ടി പുറത്ത് പോയതാണെന്ന് പറയട്ടോ. അപ്പോൾ എവിടേക്കാണ് പോയത് എന്ന് വാടമേടത്തിനോട് ചോദിക്കണോ, എന്നിട്ട് സാറിനോട് പറയാം എന്ന് പറയുമ്പോൾ വേണ്ട, ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് അവിടെ നിന്നും പോകുന്നത്. ഈ സമയം റിസോർട്ടിൽ എല്ലാവരും കാത്തു നിൽക്കണം. കൈലാഷും പ്രിയനും എല്ലാവരും പാർവതിയും ഫാമിലിയും വരുന്നത് കാത്തു നിൽക്കാൻ കേട്ടോ. അപ്പോൾ മോഹനനും ജയന്തിയും സൗസും എല്ലാവരും റിസോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇനി പാർവതി കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാർവതിയെ കണ്ടതോടുകൂടി പ്രിയനും കൈലാഷും അങ്ങ് അതിശയിച്ച് പോവാണ്. മോഹനനും ജയന്തിയും സൗസും ഒക്കെ അതിശയിച്ച് പോവാട്ടോ. പാർവതി വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ ഒരു മാലാഖ വന്ന് ഇറങ്ങുന്നത് പോലെയാണ് അവർക്ക് എല്ലാവർക്കും തോന്നുന്നത്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് പാർവതി റിസോർട്ടിൽ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ പാർവതിയെ കണ്ടപ്പോൾ കൈലാഷിനും ഒരുപാട് സന്തോഷവും, പാർവതിയോട് അത്രമാത്രം എന്തൊരു ഭംഗിയാണ് പാർവതിയെ എന്നുള്ള ഭാവത്തിലാണ് കൈലാഷ് നോക്കുന്നത്. അതുപോലെ പ്രിയനും കണ്ണ് തള്ളിയും കൊണ്ടാണ് പാർവതിയെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മുക്തയ്ക്കാണെങ്കിലോ നല്ല ദേഷ്യം വരുന്നുണ്ട്. മുക്ത ഇങ്ങനെ കൈലാഷിനെ തന്നെ നോക്കുകയാണ്. കണ്ടില്ലേ, അവളെ തുറന്ന് അന്തം വിട്ടിട്ടാണ് നോക്കുന്നത്. മറ്റുള്ളവർക്ക് അവനിങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ എനിക്കറിയാലോ അവളോടുള്ള സ്നേഹം കൊണ്ടാണ് കൈലാഷ് ഇങ്ങനെ നോക്കുന്നത് എന്ന്. പക്ഷേ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് മുക്ത ചെല്ലണം.